ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതിഷേധം കണ്ട് പിന്മാറില്ലെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ്. ഇത്തരം സംഘങ്ങൾ മലപ്പുറത്തുണ്ട്. ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട്. നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. മലപ്പുറം RT ഓഫീസിൽ നടന്നത് 3 കോടിയുടെ വെട്ടിപ്പാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. വ്യാജ രസീതുണ്ടാക്കി നികുതി വെട്ടിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പരാമർശം വർഗീയമാണെന്നാണ് CITUവിന്റെ വാദം. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ മറ്റ് പലർക്കുമുള്ള വൈഷമ്യമാണ് മന്ത്രിക്കെന്നും CITU പറയുന്നു. തൊപ്പിയും തലക്കെട്ടുമുള്ളവരോട് ചിലർ പ്രകടിപ്പിക്കുന്ന വൈഷമ്യമുണ്ട്. അത് മന്ത്രിക്കുമുണ്ടാകാം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ട്. അതിൽ മലപ്പുറത്തെ മാത്രം എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും. CITU ആണ് പ്രതിഷേധിക്കുന്നത്, അല്ലാതെ മാഫിയ സംഘമല്ല. മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ടാകും. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പറഞ്ഞു. വ്യാഴാഴ്ച മുതൽ നടപ്പാക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പണിമുടക്കുമെന്നാണ് വിവരം. ടെസ്റ്റ് ഗ്രൗണ്ടുകൾ അടച്ചുകെട്ടിയും ടെസ്റ്റിനുള്ള വണ്ടികൾ വിട്ടുകൊടുക്കാതെയുമാണ് പ്രതിഷേധം. പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പുതിയ ട്രാക്കുകൾ കേരളത്തിൽ ഒരിടത്തും തയ്യാറായിട്ടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കുറ്റപ്പെടുത്തുന്നു. CITU, INTUC, BMS സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് പ്രതിഷേധ സമരം നടക്കുന്നത്. ഗ്രേഡിയന്റ് പരീക്ഷണവും റിവേഴ്സ് പാർക്കിംഗും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനാണ് ഉത്തരവ്. 4 ചക്ര വാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും H ടെസ്റ്റ് നടത്തുക. റോഡ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ H എടുക്കാൻ അനുവദിക്കുകയുള്ളൂ. നിലവിൽ തിരിച്ചാണ്. ടെസ്റ്റ് കർശനമാക്കുന്നതിന്റെ ഭാഗമാണിതെന്നാണ് കണക്കാക്കുന്നത്. പുതുതായി 40 പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട 20 പേർക്കുമടക്കം 60 പേർക്കായിരിക്കും ദിവസവും ടെസ്റ്റ് നടത്തുക. റോഡ് ടെസ്റ്റ് വഴിപാട് മാത്രമാണെന്ന വിമർശനം ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ പരിഷ്കാരം. ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കി നന്നായി വാഹനം ഓടിക്കാനായാൽ H ടെസ്റ്റ് കഠിനമായി തോന്നില്ലെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. പുതിയ തീരുമാനങ്ങളിൽ ഗതാഗത കമ്മീഷണർ ഇതേവരെ സർക്കുലർ ഇറക്കിയിട്ടില്ല. ഇതേ തുടർന്ന് പ്രതിദിനം എത്ര ടെസ്റ്റുകൾ നടത്തണമെന്ന കാര്യത്തിൽ RTOമാർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്.